പ്രിയപ്പെട്ടവരെയും ചാനൽ ആംനോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ലോകത്താകമാനമുള്ള ക്രൈസ്തവർ ചോദിക്കുന്ന, പ്രത്യേകിച്ചും എപ്പിസ്കോപ്പൽ സഭക്കാരോട് പ്രൊട്ടസ്റ്റന്റുകാർ ചോദിക്കുന്ന പരമപ്രധാനമായ ചോദ്യവും ഉത്തരമില്ലാത്ത ഒരു ചോദ്യവുമാണ് ഇന്ന് ഞാൻ നിങ്ങളോടും പൊതുവേദിയിൽ ചോദിക്കുന്നത്. ആരാണ് മറിയ? അപ്പൊ ഇത് കേട്ടാച്ചൊന്നും മറിയ ആർക്കറിയാത്തത് അല്ല. വിശുദ്ധ ബൈബിളിൽ 5 മറിയമാരുണ്ട്. യേശുവിൻ്റെ അമ്മയായ മറിയ, ബഥാന്യയിലെ അല്ലെങ്കിൽ ലാസറിൻ്റെ പെങ്ങളായ മറിയ, മഗ്ദലക്കാരി മറിയ, ക്ലെയോപ്പാവിൻ്റെ ഭാര്യയായ മറിയ, മർക്കോസിൻ്റെ അമ്മയായ മറിയ. ഇങ്ങനെ 5 മറിയമാർ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിൽ ചിലരുടെ പേര് കേട്ടാൽ അമ്മമാര് അപ്പന്മാര് ധാരാളമുണ്ട്. ജനിച്ചപ്പം മുതൽ അമ്മയായ അന്നമ്മ, പൊന്നമ്മ, തങ്കമ്മ, പെണ്ണമ്മ, മറിയാമ്മ, അങ്ങനെ ഒത്തിരി അമ്മമാർ. ഇവർ ജനിച്ചപ്പോഴേ അമ്മയാകട്ടോ. അതുപോലെ തന്നെ അപ്പന്മാരുമുണ്ട്. തങ്കപ്പൻ, പൊന്നപ്പൻ, ചാക്കപ്പൻ, ഇങ്ങനെ കുറെ അപ്പന്മാർ. ഇത് അവരും ജനിച്ചപ്പോഴേ അപ്പന്മാരാണോ എന്ന് ചോദിച്ചാൽ അതെ, പേര് കൊണ്ട്. അപ്പോൾ മറിയാമ്മമാർ കുറേ ഉണ്ടെങ്കിലും ഇന്ന് എടുക്കുന്ന സബ്ജക്റ്റീവായ സ്റ്റഡി മറിയ ആരാണ്, യേശുവിൻ്റെ അമ്മ മറിയെക്കുറിച്ച് തിരുവെഴുത്തിൽ പ്രകാരമുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം. അപ്പോൾ ആരാണ് മറിയ? 1, മറിയ നിത്യ കന്യകയാണോ? 2, മറിയ രക്ഷകനാണോ എന്ന് വെച്ചാൽ മനുഷ്യനെ പാപത്തിൽ നിന്നും വിടുവിക്കാൻ കഴിയുന്ന സേവ്യറാണോ? 3, മറിയ അമലോത്ഭവയാണോ? ജനിച്ചപ്പോൾ മുതൽ മരണം വരെ പാപം എന്താണെന്ന് ചിന്തിക്കാത്ത പ്രവർത്തിക്കാത്ത ആളിനെയാണ് അമലോത്ഭവ എന്ന് പറയുന്നത്. ഈ 3 ചോദ്യം ആവർത്തിക്കുന്നു. മറിയ നിത്യകന്യകയാണോ? മറിയ രക്ഷകയാണോ? മറിയ അമലോത്ഭവയാണോ? നമുക്ക് ചരിത്രത്തിൻ്റെ ഇടവഴികളിലൂടെ നമുക്ക് പരിശോധിക്കാം. അതിന് ഉപോത്ഘടകമായ ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്. ഫാദർ സേവിയർ കൂടപ്പുഴ എഴുതിയ പുസ്തകമാണ് പ്രധാനമായിട്ടുള്ളത്. അതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് തെളിവോടെടുക്കും. സ്കിപ്പ് ചെയ്യാതെ ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പഠിക്കേണ്ടത് ചരിത്രമാണ്. തിയോളജി ആൻഡ് ഹിസ്റ്ററി, ദൈവശാസ്ത്രത്തിൻ്റെ ചരിത്രം, ബൈബിളിൻ്റെ ചരിത്രവുമാണ് ഇഴ ചേർത്താണ് ചില കാര്യം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നത്. AD 315 അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന